പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പേ പറഞ്ഞുകൂടായിരുന്നോ? അന്നേ ഞാൻ വാങ്ങുമായിരുന്നു. പിന്നെ ഡ്രസ്സിന്റെ കളർ ഇത് തന്നെയാണെന്ന് ഫിക്സ് ചെയ്തതുകൊണ്ട് മാത്രം ഞാൻ വാങ്ങാതിരുന്നു. ശ്ശേ, എനിക്ക് നാളേക്ക് വരാൻ പറ്റുമൊന്നുമില്ല. നാളെ ഞാൻ ഒരുങ്ങാൻ നിൽക്കുമോ അതോ ഫാൻസി നേരിട്ട് അങ്ങോട്ടേക്ക് വരും? എനിക്കൊന്നും പറ്റില്ല. നീ ഇപ്പൊ എന്തി പറഞ്ഞു വരുന്നത്? ഞാൻ ഈ 10-30 കിലോമീറ്റർ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോയിട്ട് ആ സാധനം വാങ്ങിട്ട് വരണമെന്നാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസിൽ വർക്ക് ചെയ്ത് ഈ തലവേനയും പിടിച്ചിട്ട് അവിടുന്ന് ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ട് വന്ന കഷ്ടപ്പാട് എനിക്കറിയുള്ളൂ. മനുഷ്യനെ മനസ്സിലാക്കൂല്ലേ. ആയിക്കോട്ടെ, എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നീ എന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് ചെയ്തു തന്നിട്ടില്ലേ? ഏതെങ്കിലും ഒന്ന് ചെയ്തു തരാണ്ടിരുന്നിട്ടുണ്ടോ? ഇതിപ്പോ എനിക്കത് വാങ്ങാൻ പറ്റാതെ എൻ്റെ തലവേന ആയതുകൊണ്ടല്ലേ. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാക്കാത്തത്? എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നിനക്കൊരു തൃപ്തിയില്ല. ഇങ്ങനെ പോയി നമ്മൾ എവിടെ വരെ പോകും? ഇതിപ്പോ ചെറിയൊരു കമ്മലിന്റെ മാലേന്റെ മാറ്റർ. അത് നിനക്ക് നാളെ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിട്ട് വന്നാൽ മതി. നാളെ രാവിലെ 5 മണി 6 മണിക്കൊന്നും നിന്റെ പാർട്ടിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതിനൊരു സമയമില്ലേ? വൈകുന്നേരം പോയ പോരെ? അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ സമയമുണ്ട്. വേണമെങ്കിൽ നിനക്ക് തന്നെ ഒരു ഓട്ടോയും പിടിച്ചിട്ട് പോയിട്ട് വരാവുന്നേ ഉള്ളൂ. അതിന് ഞാൻ തന്നെ ചെയ്തു തന്നില്ലെങ്കിൽ ഇതാ ഞാൻ നിന്നോട് പറഞ്ഞു, ഓഫീസിൽ നിന്ന് തലവേദന എടുത്തിട്ടാ വരുന്നതെന്ന്. എന്നിട്ട് തലവേദന അല്ലേ, ഇരിക്കും ഞാൻ ചായ ഇട്ട് തരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടാബ്ലറ്റ് വേണം, അതൊന്നല്ല ചോദിക്കും. എൻ്റെ ചുരിദാർ എവിടെ, എൻ്റെ കമ്മൽ എവിടെ, എൻ്റെ മാല എവിടെ? ഭർത്താവിൻ്റെ പ്രശ്നങ്ങളൊന്നും അറിയണ്ട. നിനക്ക് നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. നിനക്ക് നിന്റെ സന്തോഷം, നിന്റെ കംഫർട്ടബിലിറ്റി, നിന്റെ കാര്യങ്ങൾ മാത്രം. നീ എന്തുകൊണ്ട് എൻ്റെ തലയിൽ കയറി ഇപ്പം നിരങ്ങുന്നതെന്ന് അറിയോ? നീ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ ചെയ്തു തരാൻ പാടില്ലായിരുന്നു. നിന്നെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കണമായിരുന്നു. ഇതെന്റെ മിസ്റ്റേക്കാ. ഇങ്ങനെയാണ് ഒരു ഭാര്യ വേണ്ടത്? ഇതിപ്പോ എന്റെ സ്ഥാനത്ത് നീയാണ് ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്നെങ്കിലോ? അവിടെ എന്തൊക്കെ ചെയ്യാനുണ്ടാവും? ഒരുപാട് ഫയൽസ് നോക്കാനുണ്ടാവും, സ്റ്റാഫായിട്ട് മീറ്റിംഗ് ഉണ്ടാവും, പിന്നെ കുറേ ആൾക്കാർ വരും, അവരോടൊക്കെ സംസാരിക്കണം, ചെയർമാനോട് സംസാരിക്കേണ്ടി വരും, മാനേജറോട് സംസാരിക്കേണ്ടി വരും. ഇതിനൊക്കെ മറുപടി ഒരാൾ കൊടുക്കണ്ടേ? 10,000 ടെൻഷനായിരിക്കും. അതും പോരാണ്ട് ഓഫീസിൽ നിന്ന് തിരിച്ചു വരാൻ നേരത്തായിരിക്കും നീ പറയുന്നത് പഞ്ചസാര തീർന്നു, അരി വേണം, പച്ചക്കറി വേണം, മീൻ വേണം. ഇതൊക്കെ ഞാൻ നിന്ന് വാങ്ങിട്ട് വരുന്നില്ലേ? അതിലെന്തെങ്കിലും ഒരു വല്ല ഉപ്പോ മുളകോ കുറഞ്ഞു, അപ്പോൾ തുടങ്ങി നിന്റെ പ്രശ്നങ്ങൾ. അതില്ല ഇതില്ല. ഈ കൊണ്ടുവന്നതും ബാക്കി ചെയ്തതൊന്നും ഒന്നുമല്ല. നിനക്കറിയാലോ ഈ മൈഗ്രെയിൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു. ഇന്ന് തലവേദന എടുത്തിട്ട് ഓഫീസിൽ നിന്ന് 3-4 പ്രാവശ്യം വോമിറ്റും ചെയ്തു. എന്നിട്ട് ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് നിന്റെ ഈ ചുരിദാർ വാങ്ങാൻ പോയി എന്തിനാണെന്നറിയോ? അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് അത് മതി, ഒരു 5-6 ദിവസം ഈ മിണ്ടാണ്ട് മോന്തയും വെറുപ്പിച്ച് നടക്കാൻ. ഒരു കാര്യം ചെയ്യും, എനിക്ക് പരിപാടിക്ക് പോകണമെങ്കിലല്ലേ ഈ കമ്മലും മാലയും വളയും വേണ്ടത്. തൽക്കാലം നീ ഇവിടെ നിൽക്ക്, ഇപ്രാവശ്യം പോകണ്ട.